നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ദിവസം എത്ര 50 മുട്ട എന്തോ കഴിക്കും. അവസാനം കഴിച്ച് പുള്ളി കഴിക്കാൻ പറ്റാതായപ്പം ഓറഞ്ചും മുട്ടയും കൂടെ കഴിക്കും. അപ്പൊ ഇതൊക്കെ നല്ലതാണോ? നമുക്ക് വയറ് മാത്രമാണ് കൂടുതൽ, ബാക്കി ബോഡിയൊക്കെ ഒരുവിധം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ താഴും സ്കിപ്പ് ചെയ്ത അരപ്രാവിന്റെ തൂക്കം കുറയുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. 137 kg ആയിരുന്നു ആള് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ ആള് 98 ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാറ്റ് ബേണിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ മെജോറിറ്റി ആൾക്കാരുടെ കൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴെന്നാണ്. എന്നാൽ നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് നടക്കും. എന്താണ് PCOS? ഓക്കെ, ഇത് എന്തുകൊണ്ട് വരുന്നു, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സബിൾ ആണ്, ഈ ഒരു കാര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? പ്രോട്ടീൻ പൗഡർ ഒരിക്കലും നിങ്ങളൊരു കൊമേഴ്സ്യൽ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പാടില്ല. ഓക്കെ, അത് ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻസിന് അത് ഡാമേജ് ചെയ്യാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. ഓക്കെ, കറന്റ് ഒബിസിക് ആയിട്ടുള്ള ഒരാൾ ഷീ ഓർ ഡിസൈഡഡ് ടു ലൂസ് ദ വെയിറ്റ്, ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഹെൽത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പാത്ത് പറയുകയാണെങ്കിൽ എന്താണോ അതെങ്ങനെയായിരിക്കും? അത്താഴം സ്കിപ്പ് ചെയ്ത അരപ്രാവിന്റെ തൂക്കം കുറയുമെന്ന് പറയുന്നത് സത്യം? ഒരിക്കലും അല്ല. അല്ലേ, നമ്മുടെ തൂക്കം കുറഞ്ഞു. അത്താഴം സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്പാൻ ഭയങ്കരമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇത് പറയും പെണ്ണിന് ട്രോളാൻ വേണ്ടി വരുന്നത് സീരിയസ്ലി. കാര്യം മറ്റേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ, എന്താ ആത്മീയത, അവരൊക്കെ പറയില്ലേ ഞാൻ ഒരു ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, രാത്രി ഭക്ഷണം കഴിക്കാറില്ല. സോ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ടൈപ്പ് ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബോഡിക്ക് ഫ്യൂവൽ വേണ്ടത്. ഇപ്പോൾ അനീഷ് അത് ഒരു ആക്റ്റീവ് ഉള്ള ഒരാളല്ലേ, നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്, ഒരുവിധം ആക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ആക്റ്റീവ് ഉള്ള ഒരാൾ നമ്മൾ ഈ 1 നേരം 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെ രാത്രിത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഇന്ധനം കിട്ടുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ബോഡിക്ക് ഒരു 1600 കലോറി നമുക്ക് ആവശ്യമുണ്ട്. നമ്മളൊരു 600 കലോറിയെ കൊടുക്കുന്നുള്ളൂ. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ബാക്കി പട്ടിണിയാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ നമ്മളൊരു ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു പരിധി കഴിയുമ്പോൾ ഇമോഷണൽ ഈറ്റേഴ്സോ സ്ട്രെസ് ഈറ്റേഴ്സോ ആവാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. സോ നിങ്ങൾ ഡിന്നർ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം ഞാൻ പറയാം, ചിലർക്ക് ഡിന്നർ ഒരുപാട് കഴിക്കാൻ ആഗ്രഹമില്ലായിരിക്കും. യൂഷ്വലി ഡിന്നർ ഒരുപാട് കഴിക്കാൻ പാടില്ല, അത് റിയാലിറ്റിയാണ്. നമ്മളൊരു 1600 കലോറി ഞാൻ അനീഷിന് റെക്കമെൻഡ് ചെയ്യുകയാണ്. പക്ഷെ ഒരു 1000 കലോറിയും അനീഷ് ഒരു 5 മണിക്ക് മുന്നേ കഴിച്ച് തീർക്കണം. ഒരു 600 കലോറി മതി ഡിന്നറിന്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിക്കൻ സാലഡ് പോലെ എടുക്കാം, ഇല്ല വിശപ്പില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്യുക്കുംബർ സ്മൂത്തി പോലെ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ കുറച്ച് ക്യുക്കുംബർ സ്ലൈസ് ചെയ്തിട്ട് കഴിക്കാം, ഒരു ലൈം കുടിക്കാം, ഒരു കപ്പ് ബട്ടർ മിൽക്ക് കുടിക്കാം, ഓരോ വെള്ളം. വിശപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോഷകം നിറച്ചുകൊണ്ട് അതിനെ അങ്ങ് സ്കിപ്പ് ചെയ്യാം. കാപ്സ് തന്നെ കഴിക്കണമെന്ന് ഒരു കമ്പൾസറി ഇല്ല. തിരിച്ച് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഏജ്ഡ് ആകുമ്പം ഒരു മെനോപോസൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ സമയത്തുള്ള ഹോട്ട് ഫ്ലാഷസ്, അതേപോലെ വെയിറ്റ് ഗെയിൻ, മൂഡ് സ്വിങ്. ഇത് മെനോപോസൽ സമയത്ത് നമ്മളൊരു ക്ലയൻറ്റും ഉണ്ടായിരുന്നു, അങ്ങനെ വെൽത്തിയറിഞ്ഞ് സാലഡ്സ് എടുക്കുന്ന ഒരു ക്ലയൻറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ മാമിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു, മെനോപോസൽ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്? മെനോപാസ് നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റേജസ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത ടൈമിലെ പോലെ തന്നെ മെനോപാസ് എന്ന് പറയുന്നത് നമുക്ക് ഈ മഗ്നീഷ്യവും പൊട്ടാസ്യവും ഈ പറയുന്ന ഫോളിക് ആസിഡ്സിൻ്റെതായാലും എല്ലാം നമുക്ക് റിപ്പീറ്റ് എടുക്കേണ്ട ഒരു ടൈമാണ്. കാര്യം അവർക്ക് ആ സമയത്ത് വരുന്നത് ന്യൂട്രിയൻസിൻ്റെ ലോസ് ആണ്. അപ്പോൾ ലോസസ് വരുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പറയാം. ഈ അഡോളസെൻസിലും പ്രഗ്നൻസിയിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് മെനോപാസിൽ വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. വാഴ കൊലക്കാറാകുമ്പോൾ താഴെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ, ആ സെയിം കൾച്ചർ. അപ്പം നമ്മൾ അതുവരെ എന്താണോ നമ്മളെ ബോഡിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് മെനോപാസിൽ നമുക്ക് ഇതായിട്ട് വരുന്നത്. മെനാർക്കെ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ്. മെനാർക്കയിലും നമ്മൾ ഇതുപോലെ കൊടുത്തു തുടങ്ങുക. മെനാർക്കെ മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് മെനോപാസിൽ കിട്ടും. അടുത്ത എൻ്റെ ഒരു ബുള്ളറ്റാണ്. ഓക്കെ, ബുള്ളറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫാസ്റ്റസ്റ്റ് വേ ടു റെഡ്യൂസ് ബെല്ലി ഫാറ്റ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. കഷ്ടപ്പെട്ടേ പറ്റൂ. വയറിനെ മാത്രമായിട്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഫാസ്റ്റസ്റ്റ് വേ എന്നൊരു സാധനമാണെങ്കിൽ അതൊരു ബാഡായിട്ടുള്ള കൺസെപ്റ്റ് മീൻസ് അത് നിങ്ങളുടെ ഓർഗൻസിന് ബാഡായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ഫുഡില്ല, അങ്ങനെ ഒരു മെത്തേഡും ഇല്ല, ഒരു എക്സസൈസ് ടെക്നിക്കും ഇല്ല. എക്സസൈസ് ടെക്നിക്സ് ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്യാം, സ്റ്റൊമക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അത് നമ്മുടെ ഒരു വർക്കൗട്ടിൻ്റെ പാർട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. ബാലൻസ് ഡയറ്റ് എടുക്കുക,
ദെൻ വർക്കൗട്ടും കൂടെ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ബെല്ലി ഫാറ്റ് ഓഫ് കോഴ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കൺട്രോൾ പ്ലസ് എക്സസൈസ് ആണ്. ഈ ബെല്ലി ഇപ്പോൾ നമുക്ക് വയർ മാത്രമാണ് കൂടുതൽ, ബാക്കി ബോഡിയൊക്കെ ഒരുവിധം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഒരുപാട് പേർക്കുള്ളത്. ഓക്കെ, ആദ്യം നൈറ്റ് ലൈഫ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ളവരെ, എന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫൈബർ കൂടുതൽ കഴിക്കാം. ബാക്കി ഇപ്പോൾ കാപ്സും പ്രോട്ടീനൊന്നും കാപ്സ് ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാപ്സ് ഒരു മോഡറേറ്റിൽ നിന്നും അല്പം കൂടെ കൂടുതലെടുക്കാം. പക്ഷേ ഫൈബർ നമ്മൾ നോർമൽ കഴിക്കുന്നതിനേക്കാളും നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്ന് കൂടുതൽ കഴിക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൊമക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ട്രെങ്തനിങ് പോലത്തെ കുറച്ച് വർക്കൗട്ട്, ഇതിന് ഞാൻ പറയുന്നത് വർക്കൗട്ടാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത്. സോ വർക്കൗട്ട് ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യുക, ഉറപ്പായിട്ട് കുറയും. ഇനി വർക്കൗട്ട് ചെയ്യാതെയും കുറയ്ക്കാൻ പറ്റും, ഇല്ല എന്നല്ല, പക്ഷെ ടൈം എടുക്കും. അപ്പോൾ ഈ ആപ്സ് ആർ മെയ്ഡ് ഇൻ കിച്ചൺ. നമ്മൾ നോർമലി ഒരു 2 മാസം കൊണ്ട് നമുക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് എടുത്തിട്ട് ഒരു 2 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വർക്കൗട്ട് ഇല്ലെങ്കിൽ ഒരു 5 മാസം എടുക്കും. 5 മാസം എടുക്കും. നോ വർക്കൗട്ട്. അങ്ങനെ കുറച്ച് എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആള് എൻ്റെ ഡയറ്റ് തുടങ്ങിയ ഉടനെ ആൾ കൈയൊടിഞ്ഞു പോയി, വീട് ആക്സിഡൻ്റ് ആയിപ്പോയി. സോ പക്ഷെ ആൾ വിട്ടില്ല. അങ്ങനെ തന്നെ നമ്മൾ ഡയറ്റ് എടുത്തു. കുറച്ച് നാൾ കാലും കൈയും ഫ്രാക്ചറായി. ഇപ്പോൾ കുറച്ച് നാൾ കിടപ്പായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ ഡയറ്റ് എടുത്തു, പക്ഷെ കുറഞ്ഞു. അപ്പം സെഡൻഡറി ആയി കാണുമല്ലോ ആള്. സ്റ്റിൽ പ്രോഗ്രസ് ഉണ്ടോ? ഇപ്പോൾ ആള് മീൻസ് ഇതൊക്കെ പോയി, ഇപ്പോൾ ഹെൽത്ത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പക്ഷെ ഇപ്പോഴും ആളുടെ വർക്കിൻ്റെ പ്രഷർ കാരണം വർക്കൗട്ട് കൂടുതലായിട്ട് എടുക്കാൻ ആൾക്ക് പറ്റുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ട്. 137 kg ആയിരുന്നു ആള് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ ആള് 98 ആണ്. ഇനി ഒരു ഒബിസിക്കായിട്ട് കറൻ്റ്ലി ഒബിസിക്കായിട്ടുള്ള ഒരാൾ, ഓക്കെ, ഷീ ഓർ ഡിസൈഡഡ് ടു ലൂസ് ദ വെയിറ്റ്, ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഹെൽത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പാത്ത് പറയുകയാണെങ്കിൽ മാമിന് അതിനെ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊന്നു അപ്പോൾ ആൾക്കാർക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാമല്ലോ നമുക്ക്. എന്താണോ അതെങ്ങനെ? സ്റ്റെപ്പ് നമ്പർ 1, സെൽഫായിട്ട് ഡയറ്റ് എടുക്കാതിരിക്കുക, ഒരു പ്രൊഫഷണൽ കൺസൾട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, അവർ തരുന്ന ഒരു ഡയറ്റ് കറക്റ്റായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങളുടെ ക്രേവിങ്സും നിങ്ങളുടെ ഇമോഷൻസും അവരോട് പങ്കുവയ്ക്കുക. ചീറ്റിംഗ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, ഒരു ഡേ ചീറ്റിംഗ് ഡേ ആയിട്ട് എടുത്തോട്ടെ എന്ന്. എൻ്റെ ഡയറ്റിൽ ചീറ്റിംഗ് ഡേ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാ ദിവസവും ചീറ്റിംഗ് ഡേ ആണെന്ന് പറയും. കാര്യം നമുക്ക് ആ ഒരു ഇപ്പോൾ അനീഷ് ഇപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ പോയി, അവിടെ ഒരാൾ ബർത്ത്ഡേ ആണ്, ഒരു ലഡു തരുവാണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡയറ്റാണ്, ഞാൻ കഴിക്കില്ല. മറ്റേത് സോഷ്യൽ മാനേഴ്സാണ് അല്ലേ. ഒരാൾ നമുക്കൊരു സാധനം തരുമ്പോൾ നമുക്ക് അതിനൊരു എടുക്കുമ്പോൾ അയാൾക്കുള്ളൊരു ഹാപ്പിനെസ്. സോ ഒരു ലഡു മുഴുവൻ കഴിക്കേണ്ട നമുക്കൊരു ഹാഫ് കഴിക്കാമല്ലോ അല്ലേ. സോ ഇത് കഴിച്ചിട്ട് ഇപ്പോൾ റെഗുലർ ഡയറ്റിലൊക്കെ ഉള്ളവരുടെ അടുത്താണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡയറ്റീഷ്യനെ ഫോളോ അറിയിക്കുക. അപ്പോൾ അവർ അടുത്ത ഫുഡ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അടുത്ത ഫുഡിൽ ഇപ്പോൾ സാലഡ്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചിട്ട് ആ ഒരു ഷുഗറിനെ ഈ നാരിലൂടെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അതേ ഉള്ളൂ ഏറ്റവും മേജർ പോയിന്റ്. അതാണ്. നിങ്ങളിനി ഏത് വലിയ ഡയറ്റീഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏത് വലിയ ഫിസിഷ്യൻ്റെ അടുത്തോ പോയി എത്ര ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് ഒരു ചാർട്ട് വാങ്ങിച്ചിട്ടും കാര്യമില്ല. 3 days നിങ്ങൾ എടുത്തിട്ട് 4th ഡേ നിങ്ങൾ തന്നെ കോംപ്രമൈസ് ചെയ്താൽ കഴിഞ്ഞു. സോ ഫോളോ അപ്പിലിരിക്കുക. നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ടക്കനെ കിട്ടുന്ന കാര്യമില്ല. അത് ഫോളോ അപ്പ് ചെയ്ത് തന്നെ കിട്ടും. പെട്ടെന്ന് കിട്ടുന്നത് എന്തും ദോഷമൊന്നുമല്ലേ അല്ലേ. അത് മണിയായാലും എന്തായാലും പെട്ടെന്ന് കിട്ടുന്നത് അതുപോലെ പോവുകയും ചെയ്യും, നമുക്ക് ദോഷമായിട്ട് വരും. മറ്റേ കുറച്ച് ടൈം എടുത്ത് നമ്മളത് എടുക്കുമ്പോൾ അതൊരിടത്തും പോയില്ല, അവിടെ സസ്റ്റെയിൻ ആയിട്ടിരിക്കും. ഇനി ഞാൻ എൻ്റെ ഒരു പ്രശ്നം പറയാം. ഓക്കെ, ഞാൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ആളാണ്, അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ രാവിലെ എണീക്കുമ്പം ഞാൻ ഭയങ്കര ഫാറ്റിഗ്ഡ് ആണ്, എനിക്ക് ഒട്ടും എനർജി ഇല്ല. എണീറ്റ് കുറച്ച് നേരം കസേരയൊക്കെ ഒന്ന് ഇരുന്ന് പയ്യെ എൻ്റെ ഡേ സ്റ്റാർട്ടായി വരുന്നുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത? ഇപ്പോൾ എനിക്ക് മോർണിംഗ് ആണ് ഇഷ്യൂ എങ്കിൽ ചിലർക്ക് വേറെ സമയമായിരിക്കും. ഒരു സമയമാകുമ്പോൾ അവരുടെ എനർജി അങ്ങ് ഡ്രോപ്പ് ആവും ആ ടൈം ഹിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അനീഷിന് എത്ര കിലോ ഉണ്ട് ഇപ്പോൾ? അനീഷിൻ്റെ വെയിറ്റ് 76 kg. സോ ഹൈറ്റ് എത്ര വരും? 170. ഓക്കെ, അനീഷിനൊരു ധാരണ ഉണ്ടോ അനീഷ് ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടതെന്ന്? ഞാൻ 100 grams ആണ് എടുക്കുന്നത് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട്. അതെ, 100 grams. ആ 100 grams നമ്മൾ എടുക്കുന്ന പ്രോട്ടീൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ലൈക്ക് അത് 100 gram തന്നെയാണോ നമ്മൾ എടുക്കുന്നതെന്നുള്ള നമുക്ക് ആദ്യം
ഒരു ധാരണ വേണം. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ 100 ഗ്രാം എന്ന് പറയുന്നത് അനീഷ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ 100 ഗ്രാം എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഏകദേശം ഒരു 70 മുതൽ 76 ഗ്രാം വരെ പ്രോട്ടീൻ മതിയാവും. നമ്മളിപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒരു കാർഡിയോ വർക്കൗട്ട് ചെയ്യുകയാണ്, പ്ലസ് എന്തെങ്കിലും ഒരു വാക്കിംഗ് കൂടെ ആണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് മതി. ഇല്ല, നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, കാർഡിയോ വർക്കൗട്ടൊക്കെ ഒരു 3 അവറോളം നമ്മൾ വർക്കൗട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് 1.5 ഗ്രാം പെർ kg വെച്ച് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതും എൻ്റെ ഒരു പ്രശ്നമാണ്. അടുത്തത് ഇതിന് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു 4 മണിയാവുമ്പോൾ 5 മണിയാവുമ്പോൾ എനിക്ക് ക്രേവിങ്സ് ഹിറ്റാവും. എന്തെങ്കിലുമൊക്കെ അപ്പം വാങ്ങിച്ച് കഴിച്ചേ പറ്റൂ. വിശപ്പ്, അതും ചോറ് മീന് അതൊന്നും പറ്റൂല. എന്തെങ്കിലും മീൻസ് അതൊന്ന് വരട്ടെ. ചായയോ കൂടെ സ്നാക്സ് എന്ന് പറയുമ്പോൾ കട്ട്ലറ്റ്, പഴംപൊരി, അങ്ങനെ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ചിപ്സോ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഇമോഷണലി എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? ചിലര് അതേപോലെ ഒരുപാട് വിഷമം വരുമ്പം ആഹാരം കഴിച്ചാൽ ഇമോഷണൽ ഈറ്റിംഗ്. എന്റെ സന്തോഷം ഞാൻ ആഹാരത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. എനിക്കില്ല, എനിക്ക് ആ ഒരു ടൈമിലേ ഉള്ളൂ. എനിക്ക് ആ ടൈം ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അനീഷിൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞു തരാം. അനീഷിൻ്റെ ഡൗട്ടിൽ നമുക്ക് വരുന്നത്, അനീഷ് നേരത്തെ പറഞ്ഞേ 100 ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെന്ന്. അതൊന്നുകൂടെ അനീഷ് വെരിഫൈ ചെയ്യാം. കാര്യം നമ്മൾ മോർണിംഗ് ടു ഒരു ഈവനിങ് വരെ ബോഡിക്ക് ആവശ്യമുള്ള ഫ്യൂവല് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കലോറി കറക്റ്റായിട്ട് മീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈവനിങ് നമുക്ക് ക്രേവിംഗ് ടെൻഡൻസി വരില്ല. ഓക്കെ, ഈവൻ ഏതോ ഒരു ന്യൂട്രിയന്റ് ഡെഫിഷ്യൻ്റ് ആണ്. അത് കാർബ്സ് ആയിരിക്കാം, ഫൈബർ ആവാനാണ് പോസിബിലിറ്റി കൂടുതൽ. ഓക്കെ, കാര്യം പ്രോട്ടീൻ എല്ലാം കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫൈബർ ഇല്ല. കാര്യം ഫൈബറാണ് നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കുന്ന ഒരാൾ, ഫൈബറാണ്. ഓക്കെ, കാര്യം ഇതാണ് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവലിനെ മാനേജ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, നമ്മളെ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്ത് നിർത്തുന്നത്. ടോട്ടലി ഒരു മാനേജിങ് ഡ്യൂട്ടിയാണ് ഈ ഒരു ഫൈബർ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് അല്ല. ഓക്കെ, നമ്മളിപ്പോൾ പ്രോട്ടീൻ, ഫാറ്റ് പോലെ ന്യൂട്രിയൻ്റ് അല്ല. ഈ ഫൈബർ എന്ന് പറയുന്നത് നമ്മൾ ബോഡിക്കകത്ത് കൂടി ഒരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നെങ്കിലും പറയാം. കാര്യം ഇപ്പോൾ ബോഡിക്കകത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് ഫാറ്റ് ഉണ്ട്. അതിന് ബേൺ ഔട്ട് ചെയ്ത് പുറത്ത് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് നാരാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാറ്റ് ബേണിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം ബോഡിയിൽ? മെജോറിറ്റി ആൾക്കാരുടെ കൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴെന്നാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മണിക്കൂറിലൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ് നടക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വാട്ടർ ലോസ് ആണ്. നമ്മൾ വേർക്കും. നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും. നമ്മളെ ടീഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവും. മറ്റിങ്ങനെ നമ്മുടെ മൂവിയിൽ കാണുമ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണം. പക്ഷേ അത് ഒരിക്കലും ഒരു ഫാറ്റ് ലോസ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് വാട്ടർ ലോസ് ആണ്. എന്നാൽ നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് നടക്കും. സ്ലോലി നടക്കുന്ന മൂവ്മെൻറ്റ്സ്, സ്ലോലി നടക്കുന്ന മെറ്റബോളിസത്തിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ടോ, അനീഷ് ഇപ്പോൾ വണ്ടറായില്ലേ? സോ നമുക്ക് നടക്കുമ്പോഴാണ്, ഓടുന്നതിനേക്കാളും ഫാറ്റ് ബേണിങ് നടക്കുമ്പോഴാണ്. അപ്പോഴേ ഈ നടക്കുമ്പോഴായാലും ഓടുമ്പോഴായാലും നമ്മൾ ഹാർട്ട് റേറ്റിന്റെ എത്രയോ പെർസെന്റേജ് നമ്മൾ അച്ചീവ് ചെയ്യും? ഹാർട്ട് റേറ്റിൽ നമുക്കിതിൽ ഗ്ലൂക്കോജെൻസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോസസ്സ് ഉണ്ട്, ഒരു മെക്കാനിസം ഉണ്ട് നമുക്ക് നടക്കുന്നത്. അത് രണ്ട് ഇപ്പോൾ നെറ്റിൽ തന്നെ ജസ്റ്റ് അനീഷിനൊന്ന് അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 പ്രോസസ്സും, ഒന്ന് ഡയറക്റ്റായിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നതും ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറുന്നതുമാണ്. സോ അതിലാണ് നമുക്ക് ഫാറ്റ് ബേണിങ് നടക്കുന്നത്. അനീഷ് നമ്മൾ വെയിറ്റ് കുറയും. ഓക്കെ, ഇപ്പോൾ അനീഷ് കുറച്ചൊരു ഓടിയിട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിൻ മെഷീനിൽ നോക്കിയാൽ വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണിക്കും. പക്ഷെ അത് വാട്ടർ ലോസ് ആയിരിക്കും, ഫാറ്റ് ബേൺ ആവില്ല. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. അനീഷ് ഒന്ന് കൊളസ്ട്രോളിനൊരു ഒരു ടെസ്റ്റ് എടുക്കാം. അതിൽ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ LDL എന്ന് പറഞ്ഞിട്ട് 2 കൊളസ്ട്രോളാണ്. ഇത് രണ്ടുമാണ് ചീത്ത കൊളസ്ട്രോൾ, ഫുഡ് വരുന്നത് ബോഡി സിന്തസിസ് ചെയ്യുന്നത്. ഇതൊന്ന് എടുത്ത് വെച്ച് ഒരാഴ്ച ഇങ്ങനെ ഓടുക മാത്രം ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കുക. ചിലപ്പോൾ വെയിറ്റ് ഒരു 5 കിലോയെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ LDL കുറയും, ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡിലൊക്കെ ചെറിയ വേരിയേഷനേ വന്നിട്ടുണ്ടാവുള്ളൂ. ഡയറ്റും കൂടെ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോസിബിളാണ്, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും. സോ ഞാനത് ബാക്കി പറഞ്ഞില്ല. ഈവനിങ് ടീയുടെ ക്രേവിങ്സ് വരുന്നത് ഓൾറെഡി അനീഷ് ഒരു കഫീൻ അഡിക്ഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കഫീൻ്റെ ഒരു അഡിക്ഷൻ നമ്മളെ ബോഡിയിലുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ ബ്രെയിനിൽ അലേർട്ട് വരും. ചായ തരൂ, എനിക്ക് ടൈമായി, എനിക്ക് അല്ലെങ്കിൽ ഈ സ്നാക്സ് തരൂ. സോ സ്നാക്സിനോട് ടെംപ്ടേഷൻ വരുന്നത് ആവശ്യത്തിന് ബോഡിയിൽ ഇന്ധനം ഇല്ലാത്തതുകൊണ്ടാണ്, രാവിലെ മുതൽ മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ടാണ്. ടീ അഡിക്ഷൻ വരുന്നത് അത് നമ്മൾ കുറച്ചുകൊണ്ട് വരണം. അതിന് ടിപ്പെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് ടൈം ഫ്ലക്ച്വേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും 4 o'clock ടീ കുടിക്കുകയാണെങ്കിൽ 3:30 ആക്കുക, 4:30 ആക്കുക, 5 ആക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആവും. മീൻസ് നമ്മളത് മാറ്റും. പിന്നെ ചായയുടെ കടുപ്പം കുറച്ച് കൊണ്ടുവരിക. ഒറ്റയടിക്ക് ചായ നിർത്തുന്നത് നമ്മൾ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുന്ന അതുപോലെയാണ്. അതുപോലൊരു അഡിക്ഷൻ തന്നെയാണ് കേട്ടോ കഫീൻ അഡിക്ഷൻ. സോ നമുക്കൊരു 3 പിഞ്ച് ടീ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു 1 പിഞ്ച് ആക്കുക.
സോ അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ സ്ലോലി ആ ഒരു കഫീൻ്റെ ഒരു ഇത് ബോഡിയിൽ കുറഞ്ഞു വരും. പിന്നെ നമുക്ക് ഒരു 2 ദിവസം കുടിക്കാതിരിക്കുക, പിന്നെ കുടിക്കാം. ഒരിക്കലും ചായ കുടിക്കരുതല്ല ഞാൻ പറയുന്നത്, വല്ലപ്പോഴും കുടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഈ പറയുന്ന പോലെ എന്നും അതില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊരവസ്ഥ വരരുത്. സ്കിൻ ഏജിങ് കൂടും, പെട്ടെന്ന് ഏജിങ് വരും, നമുക്ക് സ്കിൻ ഏജിങ് പെട്ടെന്ന് സ്റ്റാർട്ട് ആവും കഫീൻ കൂടുതലാണെങ്കിൽ. ജിമ്മിലൊക്കെ നമ്മൾ ഇപ്പൊ ലെഗ് ഡേയിലൊക്കെ ഞാൻ അങ്ങ് തളർന്നു പോകും, ഭയങ്കരമായിട്ട് അങ്ങ് വീക്കാവും. അപ്പൊ ട്രെയിനറൊക്കെ വന്ന് പറയാം, എടാ നീ കഫൈൻ എടുത്തിട്ട് വാ, കഫൈനായിട്ട് വാങ്ങാൻ കിട്ടും, അത് കലക്കി കുടിച്ചിട്ട് വാ, അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് പൊടി കിട്ടും, അത് വാങ്ങിച്ച് കലക്കി കുടിക്കി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? അത് ഒട്ടും ഒരു നല്ലൊരു തിങ് അല്ല. അത് അവർ പറയുന്ന അത് ഷോർട്ട് ടൈം അല്ലേ, നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി പെട്ടെന്ന് ഒരു ചെറിയൊരു സാധനം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അങ്ങനെ ചെയ്യരുത്. നമ്മൾ പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടായിട്ട് പ്രോട്ടീൻ തന്നെ പ്രോപ്പറായിട്ട് കഴിക്കാം, പക്ഷെ പ്രോട്ടീൻ പൗഡറിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ. അടുത്ത എനിക്ക് തോന്നുന്നു കുറച്ചൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. എന്നാലും ഈ നമ്മളുടെ കേരളത്തിലെ ജിംസിൽ ട്രെയിനർമാരെ ഇൻവോൾവ്മെൻറ്റ് ഓൺ ഫുഡ്, ഓക്കെ, അവർ എക്സർസൈസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓക്കെ, അവർ ഫുഡിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കേസുണ്ട്. അതായത് അവർക്ക് അതിനുള്ള സർട്ടിഫിക്കേഷൻ ഫസ്റ്റ് തിങ് അതുണ്ടോ, ഫുഡിൽ ഇൻവോൾവ് ചെയ്യാനുള്ള, എന്ത് കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടോ? അതേപോലെ പ്രോട്ടീൻ പൗഡേഴ്സ് എഴുതി കൊടുക്കുന്നവരുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കങ്ങനെ ചെയ്യാമോ? അവർ പറയുന്നതൊക്കെ ശരിയാണോ? എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം? സോ ഇതിൻ്റെ ഒരു റിയാലിറ്റി പറയുവാണെങ്കിൽ ഫാക്റ്റ് ഞാൻ പറയാം, മെജോറിറ്റി ആയിട്ടുള്ള ട്രെയിനേഴ്സിനും ഇതിനുള്ള സർട്ടിഫിക്കേഷൻ കുറവായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ന്യൂട്രീഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ഈവൻ 6 മന്തുള്ള കോഴ്സ് വരെ ഉണ്ട്. 6 മന്തുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചാലും അവരെ നമുക്ക് ന്യൂട്രീഷനിസ്റ്റ് എന്ന് വിളിക്കാം. ഈവൻ നമ്മൾ പബ്ലിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും ഒന്നല്ല. ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ്, ഈ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ്. ക്ലിനിക്കൽ ഡയറ്റീഷ്യന് മാത്രമേ നിങ്ങളുടെ ഡിസീസ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഡയബറ്റീസ് ആണ്, PCOS ആണ്, തൈറോയ്ഡ്, വാട്ടോവർ എന്തോ ഒരു ഡിസീസ് കണ്ടീഷൻ. സോ അത് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാൻ അവർക്ക് മാത്രമേ പറ്റൂ. ഓക്കെ, ഇനി നോർമൽ അതാണ് ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. ഇനി ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതോ അങ്ങനെയുണ്ട്. അവർക്കും നോർമൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണോ, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അവിടെയും ഒരു ബോർഡർ ലൈൻ ഉണ്ട്. ഇപ്പോൾ ഒരു കിഡ്നി പേഷ്യൻസ്, ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് അവർക്കൊന്നും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അവർക്ക് റൈറ്റ് ഇല്ല. ഓക്കെ, ഇനി ഇതിനും താഴെയാണ് കാറ്റഗറി നമ്മുടെ ട്രെയിനേഴ്സിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, മീൻസ് ഈ ജിമ്മിൽ പോകുന്ന ബോഡി ബിൽഡിങ്, എനിക്ക് തോന്നുന്നു ബോഡി ബിൽഡിങ് ഒരു ഏജ് വരെ അല്ലേ മെയിൽസിൻ്റെയും ഒരു ഡ്രീം ആയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം എന്താ, അനീഷ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ, ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു, അല്ലെങ്കിൽ മസിൽ ലോസ്, സാഗിങ് ഉണ്ടാകുക, പെട്ടെന്ന് ക്ഷീണം. സോ ഇതൊക്കെ വരുന്നത് ഈ പ്രോട്ടീൻ കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം, പ്രോട്ടീൻ പൗഡർ ഒരിക്കലും നിങ്ങളൊരു കൊമേഴ്സ്യൽ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പാടില്ല. ഓക്കെ, അത് ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻസിന് അത് ഡാമേജ് ചെയ്യിക്കാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി ഈ ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരിക്കലും ഒരു മെഡിക്കൽ പ്രൊഫഷൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ഇവരൊരു ഫിസിഷ്യനോ ഒരു ഡയറ്റീഷ്യനോ ഒരിക്കലും നിങ്ങൾ ജിമ്മിലെ പ്രോട്ടീൻ പൗഡർ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. നിങ്ങൾക്കിനി പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് അത്രയും നിങ്ങൾ അനീമിക്കാണ്, നിങ്ങൾ ഇമ്മ്യൂണിറ്റി ഭയങ്കര ലോ ആണ്, HB തീരെയില്ല. സോ അങ്ങനെ ഒരാളുടെ അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ആർക്ക് എണീറ്റ് നേരെ നടക്കാൻ പോലും വയ്യാത്തേക്ക് ഒരവസ്ഥയായിരിക്കും. സോ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് മെഡിക്കൽ പ്രോട്ടീൻ പൗഡേഴ്സ്. ഓക്കെ, സോ അത് ചെയ്യാറുണ്ട്. അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷന് അവർക്ക് വേണമെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണ്, നിങ്ങൾക്ക് ഫുഡ് നോർമലി ചവച്ചരച്ച് കഴിക്കാൻ ഇഷ്യൂ ഉണ്ട്, ഈവൻ എന്തെങ്കിലും ആക്സിഡൻറ്റ് കേസസ്, ബെഡഡ് പേഷ്യൻറ്റ്, ഇങ്ങനെ കിടക്കുന്ന കേസസ് ഉണ്ട്, നമുക്കത് പറ്റില്ല. സോ അവർക്ക് ഡെഫിനറ്റ്ലി നമ്മളത് സപ്ലിമെൻ്റായിട്ട് തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കത് കൊടുക്കാം. ആക്ച്വലി ഇതിനൊക്കെയാണ് നമ്മൾ നോർമൽ ഒരു പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ നമ്മൾ മെഡിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് കൊമേഴ്സ്യലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു വലിയ വിക്ടിംസാണ് നമ്മുടെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ. സോ പ്രോട്ടീൻ പൗഡേഴ്സ് അവർ സജസ്റ്റ് ചെയ്യുമ്പോൾ ഈ എടുക്കുന്നവർ ചിന്തിക്കേണ്ടത്, ഇതിൽ അവർക്ക് അതിനുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ റൈറ്റ് ആളാണോ എനിക്കിത് എഴുതി തരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ എപ്പോഴും, കാര്യം അവരിതിൽ ചെറിയൊരു കമ്മീഷന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ജിമ്മിലെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിരിക്കും അവരത് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ കിഡ്നിയും ബോഡിയും നമ്മുടേതാണ്, ക്യാഷും നമ്മുടേതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് വെരിഫൈ ചെയ്യുക. എല്ലാവരും അങ്ങനെയല്ല. പിന്നെ ഞാൻ ടു ബി ഫ്രാങ്ക് പറയണം അനീഷ്, എൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ജിം ട്രെയിനേഴ്സ് ഉണ്ട്. ഓക്കെ, മീൻസ് എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ, എല്ലാ ട്രെയിനേഴ്സും ഒരുപോലെ അല്ല.
ട്രെയിനേഴ്സ് തന്നെ പ്രോട്ടീൻ പൗഡർ എടുക്കാത്ത ഒരുപാട് പേരുണ്ട്. മീൻസ് അവർക്ക് അറിയില്ല. യെസ് പക്ഷെ അവർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് കറക്റ്റ് ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവർ ഉറപ്പായിട്ട് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടും. അവരാണ് സ്മാർട്ട്. നിങ്ങൾ അങ്ങനെയുള്ളവരെ കൺസൾട്ട് ചെയ്യാം. സോ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഒരു ട്രെയിനർ നിങ്ങൾക്ക് നല്ല ഒരു മീൻസ് എന്തോ സർവീസ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയോ? അവർ ഉറപ്പായിട്ട് ഒരാളുടെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. ഒരു ഡയറ്റീഷ്യനും നിങ്ങൾ ആരെങ്കിലും ഉറപ്പായിട്ട് ഫോർവേഡ് ചെയ്യും. നമുക്ക് അവരെ സപ്പോർട്ടും കൂടെ എടുത്ത് നമുക്ക് വർക്കൗട്ടിൻ്റെ പാർട്ട് ഞാൻ ചെയ്തു തരാം, ഡയറ്റിൻ്റെ പാർട്ട് അതിൻ്റെ ഒരു പ്രൊഫഷൻ ചെയ്തു തരട്ടെ എന്ന് പറയുന്ന ഒരു ട്രെയിനറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് 100% ആളെ നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാം. അല്ലാതെ അവർ തന്നെ ജസ്റ്റ് ഒരു ചെറിയ ചാർട്ട് പോലെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ കറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ചാർട്ട് കൊണ്ടുവന്നവർ എൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടോ? അതിൽ വേറെ ഒന്നും കാണില്ല. അതിൽ ഈവൻ ടീ വരെ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ എനിക്ക് ഒരു വണ്ടർ തോന്നിയിട്ടുള്ളത്, ഈ ചിക്കനൊക്കെ തന്നെ അവർ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ 200 ഗ്രാം വെച്ച് ഇങ്ങനെ ആഡ് ചെയ്തിട്ടേക്കും. അത് ഓവറാണ്. അതിനനുസരിച്ച് ഫൈബർ അവിടെ പോകുന്നില്ല. ഇങ്ങനെ വരുന്ന ആൾക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും. മീൻസ് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അതിന് ആവശ്യമുള്ള എന്ത് കഴിക്കുന്നില്ല, ഫൈബർ കഴിക്കുന്നില്ല. പിന്നെ ഇവരൊന്നും പറയില്ല നിങ്ങളൊന്ന് വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബയോകെമിക്കൽ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കൂ എന്നൊന്നും പറയാറുണ്ടോ? എനിക്കറിയില്ല. അനീഷ് പോകുന്ന ട്രെയിനർ ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളൊരു സാധനം സജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യിപ്പിക്കും. അതിലെന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ, കാര്യം ഈ ഒരു സപ്ലിമെൻ്റ് കുറവുണ്ടോ നമ്മൾ ആദ്യം നോക്കണ്ടേ ബോഡിയിൽ. ഇതുപോലെ ക്രിയാറ്റിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം നമുക്കത് കുറവുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. സോ നിങ്ങൾ ജിമ്മിൽ പൊക്കോളൂ, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടിയിട്ട് ട്രെയിനറിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം. ഇപ്പം കറക്റ്റായിട്ട് ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് നമുക്കിപ്പം അറിയാമല്ലോ, നമുക്ക് ഗൂഗിളിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് എടുക്കാം. അല്ലാതെ ഈ പ്രോട്ടീൻ പൗഡേഴ്സ്, അല്ലെങ്കിൽ ഇത്ര ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ ചിക്കൻ ഇത്ര ഗ്രാം കഴിക്കണം, ഒരു 10 മുട്ട കഴിക്കണം, അല്ലെങ്കിൽ രാവിലെ ഒരു 15 മുട്ടയുടെ വെള്ള, ഇതൊന്നും ചെയ്യരുത്. സോ അത് നിങ്ങളുടെ ബോഡി ഹാംഫുൾ ആക്കും. ചോയ്സസ് യൂസ് അല്ലേ? നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ദിവസം എത്ര 50 മുട്ട എന്തോ കഴിക്കും. അവസാനം കഴിച്ച് പുള്ളി കഴിക്കാൻ പറ്റാതായപ്പം ഓറഞ്ചും മുട്ടയും കൂടെ കഴിക്കും. അപ്പൊ ഇതൊക്കെ നല്ലതാണോ? അത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ സെലിബ്രിറ്റീസ് ഈ മനുഷ്യ പറഞ്ഞ പോലെ ഇത്ര മുട്ട കഴിക്കുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്ത് ഇതിനെ കോപ്പി ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത് മുന്നേയും നമുക്ക് ഇടയ്ക്കൊരു ട്രെൻഡിങ് ഉണ്ടായിരുന്നില്ലേ, നമുക്ക് ഗീ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവുമെന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കൊരു നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു സെയിം ടോപ്പിക്കിലും എനിക്ക് പറയാനുള്ളത്, ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കട്ടെ, അവർക്കൊരു പേഴ്സണൽ ഡയറ്റീഷ്യൻ എപ്പോഴും ഉണ്ടാവും അല്ലേ? 100% ഉണ്ടാവും. സോ അവർ ഈ ഒരു എഗ് വൈറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ ആ ഡേയിൽ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ പ്രോട്ടീനെ ഡൈജഷൻ ചെയ്യാനുള്ള ബാക്കി വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും എല്ലാ വൈറ്റമിൻസും പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. സോ അവരെങ്ങനെ 100% ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ സാധാരണക്കാർ കോപ്പി ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? എഗ് വൈറ്റ് കഴിക്കും, ഉണ്ണി മുന്നും കഴിക്കുന്ന പോലെ ഓറഞ്ച് എഗ് വൈറ്റ് ഒക്കെ കഴിക്കും, പക്ഷെ ബാലൻസ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലൻസ് നമ്മൾ കയ്യിനിട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കിഡ്നി ഫംഗ്ഷനും നമ്മുടെ ലിവർ ഫംഗ്ഷനും ഡാമേജ് ചെയ്യും. സോ സെലിബ്രിറ്റീസിനെ ഒരിക്കലും കോപ്പി ചെയ്യരുത്. അവർക്ക് കൃത്യമായിട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒരാളുണ്ട്. സോ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ഇപ്പോൾ എല്ലാ ആണുങ്ങളുടെയും ഒരു ഡൗട്ടാണ്, എല്ലാവരും ഒരേപോലെ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ള ആളാണെങ്കിലും എല്ലാ മാസവും ഒരു ടൈം എത്തുമ്പോൾ, ഐ മീൻ പാർട്ട്ണറിന് പീരിയഡ്സ് ആകുമ്പോൾ മൂഡ് സ്വിങ്സ് വരുന്നു. ആ മൂഡ് സ്വിങ്സ് കാരണം ഒരുപാട് ഈ ജെൻഡർ മെയിൽ വൈസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മാമിന്? ഇതിന് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ള പാർട്ട് മാത്രമേ ഇതിലുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി അവർക്കൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ മെയിൽസ് ഇപ്പോൾ അവർക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പീരീഡ്സ് ഡേയ്സ് ആണ്. ഓക്കെ, 99.9% ഫീമെയിൽസിനും നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, ചിലർക്കത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ചിലർക്ക് ഇത് ഡയറിയ ഇഷ്യൂസ് ഉണ്ടാവും, വോമിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. ഹീമോഗ്ലോബിൻ കുറഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടതില്ല, തലകറങ്ങിയൊക്കെ ചിലപ്പോൾ വീഴും. സോ അത്രയും തീവ്രമായിട്ടുള്ള പെയിൻ ഉള്ളവരുണ്ട്. അത് റെഡ് ഫ്ലാഗ് ആണ്. ഇനി ഗ്രീൻ ഫ്ലാഗിൽ നിൽക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അവർക്കെന്ന് പറയുമ്പോൾ പീരീഡ്സ് ആയത് അറിയേയില്ല. അവർക്ക് പീരീഡ്സ് ആണെന്ന് അവർക്ക് പോലും ഫീൽ ചെയ്യാറില്ല. ഒരു ഭയങ്കര കംഫർട്ട് സോണിലായിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു കാറ്റഗറിയാണ്. അവർക്കൊരു ഫസ്റ്റ് ഒരു 1-2 ദിവസമൊക്കെ ചെറിയൊരു പെയിൻ കാണും, പിന്നെ കാണില്ല. നേരത്തെ പറഞ്ഞ PMS അതും ഈ 2nd, 3rd കാറ്റഗറിക്കും അല്പം കൂടുതലായിരിക്കും, പക്ഷെ ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും.
ഇതിൽ ഈ പറഞ്ഞ ഭർത്താക്കന്മാരെല്ലാം ശ്രദ്ധിക്കേണ്ടത് തേർഡ് കാറ്റഗറിയാണ്. ഓക്കെ, അതാണ് യെസ് റെഡ് ഫ്ലാഗ് വരുന്നത്. സോ അതാണ് നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ അനീഷ് എൻ്റെ അടുത്ത് ചോദിച്ച കഷ്ടപ്പെടുന്ന ആൾക്കാരും ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ടൈമിൽ ഒന്നാമത്തെ റെസ്റ്റ്. ഓക്കെ, ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ആവശ്യം റെസ്റ്റാണ്. മീൻസ് നമുക്ക് ആ ടൈം എല്ലാ നോർമൽ ഡേയ്സിൽ ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ കിച്ചൺ വർക്ക് ചെയ്യാനോ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് നോക്കാനോ ഇപ്പോൾ മാരീഡായ കാര്യമാണ് ജോലിക്ക് പോകാനോ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പെയിൻ കില്ലേഴ്സ് ഉണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ ചിലവർ അങ്ങനെയും ചോദിക്കാറുണ്ട്, ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ പെയിൻ കില്ലർ നമുക്ക് അത്രയും എമർജൻസി കേസിൽ അല്ലെങ്കിൽ എമർജൻസി ടൈമിൽ നമുക്ക് എടുക്കാനുള്ളതാണ്. മീൻസ് തീരെ വയ്യാത്തവർക്ക് റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കേണ്ടി വരും പെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. സോ നമ്മൾ ജോലികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ കുറേ മീൻസ് എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ചിലർ പറയാറുണ്ട്, ഇത്രയൊക്കെ പെയിൻ ഉണ്ടോ, ഇതൊക്കെ സത്യമാണോ, അതോ ഇങ്ങനെ ഇത് എന്നെ മുതലെടുക്കുവാണോ എന്നൊക്കെ. പക്ഷെ അതും ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയാണ്. ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങളുടെ വൈഫ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തേർഡ് കാറ്റഗറി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവർക്ക് നല്ലൊരു കെയർ ആണ് കൊടുക്കാനുള്ളത്. വേറൊന്നുമില്ല, ജോബുകൾ ഷെയർ ചെയ്യുക, ആൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. ഏറ്റവും ആവശ്യം മെൻ്റൽ പീസാണ്. കാര്യം ഓൾറെഡി ഇപ്പം നമുക്കായാലും ഇപ്പം അനീഷിനായാൽ പോലും ഒരു ഫീവർ വന്നിരിക്കുവാണ്. ആ സമയത്ത് മെൻ്റലി ഇപ്പം അനീഷിൻ്റെ ആരെങ്കിലും ഫ്രണ്ട് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ ഒരാൾ ചുമ്മാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ടോക്ക് ചെയ്യുകയോ വഴക്കൂടുകയോ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ അല്ലേ? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ, ചിലപ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ. സോ ഈ സെയിം അവസ്ഥ തന്നെയാണ്. നമുക്ക് ഫിസിക്കലി നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോൾ മെൻ്റലിയും കൂടെ നമ്മൾ ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മൾ ടോട്ടലി വല്ലാത്ത. പിന്നെ ഹോർമോൺ ഇംബാലൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ ഒരു ടൈമിൽ. മൂഡ് സ്വിങ്സ് ഭീകരമായിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമായിരിക്കും ഇത് വളരെ ചെറിയൊരു കാര്യമില്ല, ഇതിന് ഞാൻ ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് നമുക്കറിയാമായിരിക്കും, പക്ഷെ അറിയാണ്ട് കൂടിപ്പോൾ. ഇനി ഇതിനെയും പീക്ക് ലെവലിലുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ PCOD ഉള്ള ആളും അല്ല തൈറോയിഡ് ഉണ്ടെങ്കിൽ തീർന്നു സ്വാഹ. തൈറോയിഡ് ഉള്ളവർക്ക് മൂഡ് സ്വിങ്സ് പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ അതും ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഇതൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കും അത് വലുതായിട്ടാണ്. സോ നമുക്കിതിന് എല്ലാം അങ്ങനെ സഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിതിനൊരു ഗൈനക്കോളജിനെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ്, പിന്നെ യോഗ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെറിയ രീതിയിലുള്ള ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേഷൻസ് ഒക്കെ ആയിട്ടുള്ള ഫുഡ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഗ്നീഷ്യം പൊട്ടാസ്യം അത് നല്ല രീതിയിൽ ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് എടുക്കുക. കാൽഷ്യം അയണും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ഈ ഒരു പെയിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. പിന്നെ ഹോട്ട് ബാഗൊക്കെ യൂസ് ചെയ്യുക, നമുക്ക് എക്സ്റ്റേണൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യും. സോ ഇത് എല്ലാ ഭർത്താക്കന്മാരും അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി വരികയാണെങ്കിൽ ഇൻഫ്ലമേഷനെ കുറിച്ച് ഇങ്ങനെ കേട്ടായിരുന്നു. അതായത് വിദ്യാബാലൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ വിദ്യാബാലൻ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കുറയുന്നില്ല. ചിലപ്പോൾ കുറഞ്ഞാലും കുറഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് കൂടും. അപ്പം അങ്ങനെ ഇരിക്കെ അവരൊരു ആൻറ്റി ഇൻഫ്ലമേഷൻ ഡയറ്റ് എടുത്തു. അപ്പം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ ശരീരത്തിൽ ആ ഫാറ്റ് അല്ലായിരുന്നു, ഇറ്റ്സ് ആക്ച്വലി ഇൻഫ്ലമേഷൻ. അപ്പം എന്താണ് ഇൻഫ്ലമേഷൻ? അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, ഈ വെയിറ്റ് വർക്കൗട്ട് ചെയ്തിട്ടും വെയിറ്റ് കുറയാത്തത് അതുകൊണ്ടാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എല്ലാ വെയിറ്റും ഫാറ്റ് അല്ല. നമുക്കിപ്പോൾ ഒബീസായിട്ട് ഓവർ വെയിറ്റ് ഉള്ള, അപ്പോൾ ചിലർ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ 100 എബോവ് ഉള്ള ചിലർ കാണും. പ്രത്യേകിച്ച് ഫീമെയിൽസിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് മെഷീൻ നോക്കുമ്പോഴത്തേക്ക് ഇത്രയായിരിക്കും. പക്ഷെ നമ്മൾ ഡയറ്റ് എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ അവർക്ക് വെയിറ്റ് കുറയാറില്ല, ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കും. പക്ഷെ വേറൊരു ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല വണ്ണമുള്ള ആൾക്കാർ കുറച്ചൊരു 10-15 ദിവസമൊക്കെ ഡയറ്റ് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ടൈറ്റ് ആയിട്ടിരുന്ന ഡ്രസ്സൊക്കെ കുറച്ച് ലൂസായിട്ടായിട്ട് സെൽഫ് ഫീൽ ചെയ്യും. പക്ഷേ വെയിറ്റ് മെഷീനിൽ നോക്കുമ്പോൾ ആ സ്റ്റിൽ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു 500 ഗ്രാം എങ്ങാനും കുറഞ്ഞിട്ടുണ്ടാവും. സോ ഫാറ്റ് ബേണിങ് നടക്കുന്നുണ്ട് ബോഡിയിൽ, പക്ഷേ വെയിറ്റ് നോക്കുമ്പോൾ സെയിം ആണ്. ഇതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലമേഷൻ ഉള്ള ബോഡിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് CRP ആൻഡ് ESR എന്നൊക്കെ ഇത് 2 ടെസ്റ്റ് എന്ന് പറയും. നമുക്ക് ശരീരത്തിൽ നീരുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ അധികം ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞ വൈറ്റമിൻസ് ടെസ്റ്റുകൾ ഇതൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണോ എന്ന് നമുക്കറിയാം. അതുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെയിം ആൻറ്റി ഇൻഫ്ലമേറ്ററി നമ്മൾ ഡയറ്റ് എടുത്താൽ മതി. ഇത് omega-3 ഒക്കെ കൂടുതൽ എടുക്കും. omega-3 എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കും. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട്സ്, പിന്നെ സാൽമൺ. പിന്നെ നമുക്ക് omega-3യുടെ സപ്ലിമെൻറ്റ് കിട്ടും. പീക്ക് ലെവലിലെ കേസസിൽ നമുക്ക് സപ്ലിമെൻറ്റ് എടുക്കാം. മീൻസ് നമുക്ക് വരില്ലേ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉള്ള ഒരാൾക്ക് നമുക്ക് സപ്ലിമെൻറ്റ് കൊടുത്താലും അത് ഇഷ്യൂ അല്ല. അതും ഞാൻ പറയുകയാണ് അണ്ടർ പ്രിസ്ക്രിപ്ഷൻ, അല്ല സെൽഫായിട്ട് എടുക്കരുത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ അതാണ് ഇഷ്യൂ എങ്കിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, മറ്റു വെയിറ്റ് ലോസിൻ്റെ അത്രയും ടഫല്ല. എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു.
ഇതുപോലെ, പക്ഷേ സെയിം വെയിറ്റ് ഫാറ്റ് പോകുന്നുണ്ട്, ലുക്ക് വൈസും ഡിഫറെൻറ്റ് വരുന്നുണ്ട്, പക്ഷെ വെയിൻ മെഷറിൽ മാറുന്നില്ല. അപ്പം അത് നീരാണ്. അപ്പോൾ അത് കുറച്ച് ഈ പറയുന്ന പോലെ ഒമേഗ അതൊക്കെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ. അപ്പം നമുക്ക് ആക്ച്വലി ജോലി കുറവാണ് രണ്ട് കൂട്ടർക്ക്. മറ്റേ നമ്മളും എന്തൊക്കെ ചെയ്തിട്ടും ഇത് കുറയ്ക്കാൻ പറ്റുന്നില്ല. കലോറി കുറയ്ക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിലപ്പുറം കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഫീമെയിൽസിന് ഒരു പരിധിയിൽ. കാര്യം അവർ നമ്മൾ പ്രത്യക്ഷത്തിൽ പറയും ഫീമെയിൽസ് വർക്കൊന്നുമില്ല എന്ന്, പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മെയിൽസ് ഒരു ഓഫീസിൽ ഒരു IT അല്ലെങ്കിൽ ഒരു ബാങ്ക് സെഡൻഡറി സിറ്റിംഗ് ടൈപ്പ് ജോബ് ചെയ്യുന്നതിൻ്റെ എത്രയോ 10 മടങ്ങ് കലോറി ബേൺ ചെയ്താണ് വീട്ടിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അവർക്കാണ് ആക്ച്വലി കൂടുതൽ കെയർ കൊടുക്കേണ്ടത്. സോ ബേസിക്കായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ അത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കമ്മിങ് ബാക്ക് ടു PCOS, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് വരുന്നുള്ളതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് PCOS? ഓക്കെ, ഇത് എന്തുകൊണ്ട് വരുന്നു, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സബിൾ ആണ്, ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? PCOS എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എഗ്ഗും നമ്മുടെ യൂട്രസിൻ്റെ ഇതിലുള്ള ഓരോ എഗ്ഗും ഒരു 28 ഡേയ്സ് ആകുമ്പോൾ മെച്ചുറായിട്ട് അത് ബ്രേക്ക് ആവുന്ന ഒരു യൂട്രസിൻ്റെ വോളിൽ വന്നിട്ട് അത് വോളോടുകൂടി ബ്രേക്കായിട്ട് പുറത്ത് പോകുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ മെൻസസ് എന്ന് പറയുന്നത്. ഇത് 28 ഡേയ്സ് ആണ് നോർമൽ സർക്കിളിൽ വരുന്നത്. ഇത് 28 ഡേയ്സ് സർക്കിളിൽ ആ ഒരു സർക്കിൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥ, ആ എഗ്ഗ് മെച്ചുർ ആവാത്തൊരവസ്ഥ. ഓക്കെ, ചിലർക്ക് ഫൈബ്രോസിസ് ഒക്കെ വരും. സോ അത് പിന്നെ കുറച്ചുകൂടി വലിയ വലിയ സ്റ്റേജസുകളാണ്. ഇതാണ് PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയുന്നത്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഓക്കെ, സോ ഇത് 2 കാറ്റഗറിയിലും വരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്കാനിങ്ങിലൂടെ, ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഗൈനക്കോളജിസ്റ്റിനൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും ഇതറിയാൻ പറ്റും. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഇതിൻ്റെ സൈൻ ആയിരിക്കും. ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ആക്നീസ്, സിവിയറായിട്ട് ഹെയർ ഫോൾസ്, കഴുത്തിന് ചുറ്റും കറുത്ത പാട് വരിക, ഇതൊക്കെ ഇതിൻ്റെ സൈൻസ് ആയിരിക്കും. സോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, നേരെ പോയി ഒരു പ്രൊഫഷണൽ അങ്ങ് കാണുക. ഇതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. സോ അവർ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരും. ഭയങ്കര കൂടുതലാണെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ കറൻ്റ്ലി ആ ഒരു ഇഷ്യൂവിനെ കുറയ്ക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഏത് സ്റ്റേജിലെന്ന് നോക്കിയിട്ടാണ്. ചെറിയ PCOSൻ്റെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മിക്കവരും വണ്ണം ഉള്ളവരായിരിക്കും, എങ്കിൽ വണ്ണം കുറയ്ക്കുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ. ലീനായിട്ടുള്ള PCOSും ഉണ്ട്, ഒബീസ് PCOS മാത്രമല്ല. അപ്പം ലീനായിട്ട് മെലിഞ്ഞിരിക്കുന്ന ലീൻ PCOSും ഉണ്ട്. അപ്പം അവർക്കാണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാത്രം ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതാണ് എൻ്റെ സ്റ്റേജസ്. സോ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ അടുത്ത് വെൽത്തിയറിൻ്റെ ഈ ഒരു വെൽത്തിയർ ടോക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഭാഗമായതിന് ഒരുപാട് നന്ദിയുണ്ട്. മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊന്ന്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ ഫോമിൽ ടോക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആക്ച്വലി കുറച്ച് തിരക്കുണ്ടായിരുന്നെങ്കിലും എനിക്ക് സമയം കണ്ടെത്തി തന്നെയാണ് ഞാൻ വന്നത്. വളരെ നല്ല ടോക്കായിരുന്നു, ടീം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സോ താങ്ക് യു. വെൽത്തിയർ ടോക്സിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡായിരുന്നു ഇത്. അപ്പോൾ ഇതിലൊരു വുമൺസ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആര്യ PM മാമിനെ വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് എക്സ്റ്റെൻസീവ്ലി സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.